നിലമ്പൂരിലെ ജനങ്ങൾ എന്താണ് വിധി എഴുതിയിരിക്കുന്നത് എന്നറിയാൻ 23 വരെ കാത്തിരിക്കണം. 23-ന് പെട്ടി തുറക്കുമ്പോൾ PV അൻവർ പൊട്ടും പൊട്ടില്ല, പലതരം വിലയിരുത്തലുകൾ വരുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? പെട്ടി പൊട്ടിക്കുമ്പോഴേ PV അൻവർ പൊട്ടാനാണ് സാധ്യത ഞാൻ കൂടുതൽ കാണുന്നത്. PV അൻവറിന് ഈ രണ്ട് മുന്നണികളെയും തോൽപ്പിച്ചുകൊണ്ട് ജയിക്കാനുള്ള സ്പേസ് എന്തായാലും നിലമ്പൂരിലില്ല. ഒരുപക്ഷെ PV അൻവർ അവിടെ നിൽക്കുമ്പോഴേ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കാം, അതല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പിക്കാം. അതേ പരമാവധി PV അൻവറിന് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറം ഒന്നും PV അൻവർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ വോട്ട് മറിക്കലിന്റെ സമവായങ്ങൾ വല്ലതും PV അൻവർ പരീക്ഷിക്കും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? PV അൻവറിന് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, PV അൻവർ വോട്ട് പർച്ചേസ് ചെയ്യാൻ എടുക്കാനാണ്. ഇഷ്ടംപോലെ പണമുണ്ടല്ലോ, പർച്ചേസ് ചെയ്യാമെങ്കിൽ വിൽക്കുകയും ചെയ്യാമല്ലോ. അതാണ് പ്രശ്നം. ഈ പർച്ചേസ് ചെയ്യുന്ന വോട്ട് വിൽക്കാൻ PV അൻവറിന് കഴിയുമോ? അതൊരു ഏറനാട് പർച്ചേസ് ചെയ്തു, നിലമ്പൂരും പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്യുന്ന വോട്ട് കൂടിയ വിലയ്ക്ക് വിൽക്കാൻ അൻവറിന് കഴിയുമോ? സ്വർണ്ണക്കനി പോലൊരു ഖനിയാണ് അദ്ദേഹം ഈ വോട്ട് ബാങ്ക് അദ്ദേഹം കാണുന്നതെങ്കിൽ, കാണാനാണ് സാധ്യത. അദ്ദേഹം ബിസിനസ്സുകാരനാണല്ലോ. അങ്ങനെ വന്നാൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൂടിയ വിലയ്ക്ക് വിൽക്കാൻ പറ്റുകയാണെങ്കിൽ കച്ചവടത്തിൽ അത് ഗുണകരമായിരിക്കും, രാഷ്ട്രീയ കച്ചവടത്തിൽ. അതിനപ്പുറം PV അൻവറിനൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്കൾ പറയുന്നു PV അൻവർ ജയിക്കാൻ സാധ്യതയില്ല എന്ന് താങ്കൾ പറയുന്നു. അത് താങ്കളുടെ സബ്ജക്റ്റീവായിട്ടുള്ള റീഡിങ് ചിലപ്പോൾ ആയിരിക്കാം. ഒരു പക്ഷേ PV അൻവറും അത് കരുതുന്നുണ്ടായിരിക്കാം, ഞാൻ ജയിക്കില്ല എന്ന് അദ്ദേഹത്തിനും കരുതുന്നുണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 23-ാം തീയതി കഴിഞ്ഞതിന് ശേഷം VD സതീശൻ കൊട്ടിയടച്ച UDFിൻ്റെ വാതിൽ തുറക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ UDF അവിടെ ജയിക്കാനുള്ളൊരു സ്പേസ് അയാൾ ഒരുക്കിയതിന് ശേഷമായിരിക്കും അങ്ങോട്ട് കയറി ചെല്ലുക എന്ന് ചിലർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വോട്ട് കച്ചവടം UDFിന് വേണ്ടി അദ്ദേഹം ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രസക്തമാണ്. അല്ല, അദ്ദേഹം വോട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് പൊതുവെ LDFിന് വേണ്ടിയായിരിക്കണമല്ലോ ചെയ്യേണ്ടത്. അതായത് ഞാനില്ലാത്തത് കൊണ്ട് UDF തോറ്റു. യെസ്, അങ്ങനെ വരുത്താനായിരിക്കും ഒരു പക്ഷേ അൻവർ ശ്രമിക്കുന്നത്. അൻവർ അത് ശ്രമിച്ചാലും ഇത് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടില്ല. 21-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അൻവർ അവിടെ കൊണ്ടുവന്ന ഈ ജാഥ നടത്തിയ ആളുകളെയൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന ആളുകളാണെന്നാണ് നിലമ്പൂരുകാർ പറയുന്നത്. ബിരിയാണി അത് ഈ ആളുകൾക്കൊന്നും പലർക്കും വോട്ടില്ല എന്ന് പറയുന്നത് അവിടെ. അപ്പം അദ്ദേഹം ഒരു ഷോമാനാണ്. കാരണം നിലമ്പൂരിൽ നിന്ന് പണ്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തൊപ്പിയൊക്കെ വെച്ച് ഒരു പടം അയച്ചു. നിയമസഭയിൽ പോകാറേയില്ലായിരുന്നു. അതാരെങ്കിലും ചോദിക്കുമ്പം അവരെ ചീത്ത വിളിക്കുമായിരുന്നു. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കറിനെ ആഫീസിലെത്തി കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിമർശകരെയൊക്കെ ശാരീരികമായി കൊല്ലും, തകർക്കും എന്നൊക്കെയല്ലേ അദ്ദേഹം പറയുന്നത്. വളരെ ഇമ്മച്ചുറായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് അൻവർ. ഇവിടെ ഉള്ളൊരു പ്രശ്നം, അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം UDFിന് അനുകൂലമായി വന്നാൽ പിന്നെ അൻവറിനെ അവർക്ക് ആവശ്യമില്ല. അൻവറിനെ നിലമ്പൂർ കഴിഞ്ഞ് വേറെ എവിടെ അവർക്ക് ആവശ്യം? അൻവറിന് ഇനി ഒരു അഭയസ്ഥാനം എന്ന് പറയുന്നത് ഒന്ന് SDPയിൽ പോകാം, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ പോകാം. മുസ്ലിം ലീഗിലാണ് അൻവർ പോകുന്നത് എങ്കിൽ അല്ല, അതാണ് പ്രശ്നം. മുസ്ലിം ലീഗിലാണ് അൻവർ പോകുന്നതെങ്കിൽ അൻവറിന് കേരള നിയമസഭയിൽ വീണ്ടും എത്താനൊരു അവസരമുണ്ട്. SDPയിലാണ് പോകുന്നതെങ്കിൽ ഇപ്പോഴത്തെ അടുത്ത സാഹചര്യങ്ങളിലൊന്നും SDPക്ക് ഒരു MLA കേരള നിയമസഭയിലേക്ക് അയക്കാനുള്ള കരുത്തായിട്ടില്ല. പക്ഷേ ആകുമില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇപ്പോഴായിട്ടില്ല എന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അപ്പം അൻവറിന് വീണ്ടും നിയമസഭയിൽ പോകണം. അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷയുണ്ടല്ലോ. മുഖ്യമന്ത്രി വരെ ആയി നമ്മളെ സേവിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് തന്നിരിക്കുന്ന ഒരാളാണ്. മുഖ്യമന്ത്രിയാകാൻ പറ്റിയില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാകാം, അല്ലെങ്കിൽ വനമന്ത്രി. അതേ വനമന്ത്രിയാകുന്നതോടെ ഈ കടുവായും പുലിയൊന്നും ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം, നിലമ്പൂർ വനത്തിൽ സിംഹം ഉണ്ടെന്ന് കണ്ടുപിടിച്ച ആളാണ് അദ്ദേഹം. ഗീർ വനത്തിലുണ്ടെന്ന് നമുക്കറിയാം, നിലമ്പൂർ വനത്തിൽ സിംഹം ഉണ്ടെന്ന് കണ്ടുപിടിച്ച ആളാണ്. അറബിക്കടലിൽ മഴ പെയ്യുന്നതിന്റെ സിദ്ധാന്തം കണ്ടുപിടിക്കാമെങ്കിൽ ഒരു സിംഹത്തിന് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല, ഒരു പ്രയാസമില്ല. അദ്ദേഹത്തിന് സിംഹത്തിനെയും കരടിയോ കണ്ടുപിടിക്കാം. ഇതിൽ പ്രസക്തമായൊരു ചോദ്യം. ഇപ്പോൾ താങ്കൾ പറഞ്ഞു അദ്ദേഹത്തിന് UDFിലേക്ക് കയറി ചെല്ലണമെങ്കിൽ UDFിന്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ തോൽക്കുന്ന ഒരു സാഹചര്യം ഉറപ്പാക്കണം. അതായിരിക്കും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അങ്ങനെയാണെങ്കിൽ LDFിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അൻവർ പിൻവാതിൽ പണിയെടുക്കേണ്ടി വരും. പിണറായി വിജയനുമായിട്ട് സന്ധിയില്ലാ സമരമൊക്കെ ചെയ്ത് ഇങ്ങനെ എന്താ പറയുക, അടിമുടി വിറപ്പിച്ച് നിൽക്കുന്ന അൻവർ LDFിന് വേണ്ടി പിന്നാമ്പുറത്ത് കൂടിയാണെങ്കിലും പണിയെടുക്കുന്നതിലൊരു ജാള്യത അല്ലെങ്കിൽ ഒരു ചളിപ്പ് പൊളിറ്റിക്സിൽ ഇതൊന്നും ബാധകമല്ല. എന്നിരുന്നാൽ പോലും നടക്കൂ. അല്ല, അൻവറിൻ്റെ ഓരോ ഡയലോഗുകൾ നമ്മൾ കേട്ടിട്ടില്ലേ? ഒരു രാവിലെ VD സതീശനെ അനുകൂലിച്ച് പറയും, സ്തുതിക്കും. ഉച്ച കഴിയുമ്പോൾ VD സതീശനെ തള്ളിപ്പറയും, വൈകുന്നേരം വീണ്ടും സ്തുതിക്കും. അപ്പം അൻവറിന് അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഉള്ള ആളല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കാര്യം കാണാൻ ആരെയും സ്തുതിക്കും, ആരെയും തള്ളിപ്പറയും, ആരെയും ചീത്ത വിളിക്കും, ആരെയും ഭീഷണിപ്പെടുത്തും. അത് അദ്ദേഹത്തിന് ആ ശൈലി കൊണ്ടുവന്ന ഒരാളല്ലേ. അതിനകത്ത് അദ്ദേഹത്തിൽ കൂടുതലെന്താ മറ്റു പ്രതീക്ഷിക്കുള്ളത്? അദ്ദേഹം LDFിന് വേണ്ടി നിൽക്കട്ടെ, UDFിന് വേണ്ടി നിൽക്കട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, അദ്ദേഹം തോൽക്കുകയാണ് എന്ന് വിചാരിക്കുക. തോൽക്കില്ലെന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഇൻ കേസ് അദ്ദേഹം തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് PV അൻവർ എന്ന പൊതുപ്രവർത്തകന്റെ ഭാവി, രാഷ്ട്രീയ ഭാവി എന്താണ്? താങ്കൾ PV അൻവർ എന്നൊരു പൊതുപ്രവർത്തകന്റെ രാഷ്ട്രീയ ഭാവി
ശോഭനമായിട്ട് വരണമെങ്കിൽ PV അൻവർ അവിടെ ജയിക്കണം. ജയിക്കില്ലെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞത് ജയിച്ചാൽ രക്ഷപ്പെട്ടു. അല്ല, അതാണ് ജയിച്ചാൽ കേരളത്തിലെ ഏറ്റവും ഗ്ലാമർ താരം PV അൻവർ തന്നെയായിരിക്കും. നിലമ്പൂരിലെ സുൽത്താനായി എന്ന് മാത്രമല്ല, CPM നിന്ന് രാജിവെച്ച് അല്ലെങ്കിൽ LDF നിന്ന് രാജിവെച്ച് വന്ന് സ്വതന്ത്രനായി മത്സരിച്ച് നിലമ്പൂരിൽ കരുത്ത് തെളിയിച്ചെന്ന് പറഞ്ഞ ഒരാളിനെ കേരള രാഷ്ട്രത്തിൽ എങ്ങനെ അവഗണിക്കാൻ പറ്റുന്നത്? പിന്നെ മന്ത്രിസഭ ഒരാളുടെ ഭൂരിപക്ഷത്തിൽ നിന്നല്ലേ കേരളത്തിൽ? പിന്നെ അൻവറിന്റെ വില അൻവർ നിശ്ചയിക്കും. അൻവർ വില ശരി, അഥവാ തോൽക്കുകയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? തോറ്റാലേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇനി LDF ജയിച്ചെന്ന് വിചാരിക്കുക, ഇനി അവർക്ക് അൻവറിനെ ആവശ്യമില്ല. ഒരു കാരണവശാലും അൻവറിനെ അവരടുപ്പിക്കില്ല. തൊട്ടത് പിണറായി വിജയനെയാണ്. അതെ, അതുകൊണ്ട് LDF ഒരു കാരണവശാലും അൻവറിനെ അടുപ്പിക്കില്ല. UDF സംബന്ധിച്ചിടത്തോളം എന്തിനാ അൻവറിനെ അടുപ്പിക്കുന്നത്? അൻവറില്ലാതെ ജയിക്കാമെന്ന് VD സതീശൻ പ്രൂവ് ചെയ്തില്ലേ? ഇനിയും അൻവറിനോട് താല്പര്യമുള്ള ലീഗിലെ ഒരു ന്യൂനപക്ഷം, ഒരു കുറച്ച് ആളുകളുണ്ടല്ലോ എന്തായാലും, അവർക്കും പിന്നെ അൻവറിന് വേണ്ടി വാദിക്കാൻ പറ്റില്ല. അപ്പോൾ അൻവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു ഇടുക്ക ചരക്കായിട്ട് മാറുകയല്ലാതെ അതിനപ്പുറത്തോട്ട് അൻവറിനൊരു സ്പേസ് ഞാൻ കാണുന്നില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം പിണറായി വിജയനെതിരെ അതിരൂക്ഷമായിട്ട് സംസാരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഓഫീസിനെതിരെ സംസാരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ, അദ്ദേഹത്തിൻ്റെ മരുമകനെതിരെ വരെ സംസാരിക്കുന്നു. UDFിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം K സുധാകരനെ മാറ്റി നിർത്തുന്നു, VD സതീശനെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു, മറ്റുള്ളവരെയൊന്നും അങ്ങനെ വലുതായിട്ട് ആക്രമിക്കുന്നില്ല. VD സതീശനെ ഫോക്കസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളെല്ലാം വരുന്നത്. പക്ഷെ അപ്പോഴും അദ്ദേഹം പാണക്കാട് കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ, ബഹുമാനപ്പെട്ട പാണക്കാട് ഫാമിലിയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആദരണീയരായ സ്വയംസോ നേതാക്കന്മാർ, വളരെ ഭവ്യതയോടുകൂടി ഒരു മിതത്വത്തോടു കൂടിയാണ് അദ്ദേഹം ലീഗ് നേതാക്കന്മാരെ അഭിസംബോധന ചെയ്യുന്നത്. അവിടെ പോയാൽ ഇവിടേക്കൊരു പാലം, അൻവറിന് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞാൽ യോജിക്കുമോ? വിയോജിക്കുമോ? തീർച്ചയായിട്ടും. ഒന്നാമത്തെ 2-3 കാരണമുണ്ട്. ഒന്ന്, പാണക്കാട് തങ്ങളന്മാരെ കുറിച്ച് എല്ലാവരും ബഹുമാനത്തോടെ സംസാരിക്കാറുള്ളൂ. അത് അൻവർ എന്നല്ല, ആരും അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ പാണക്കാട് ഫാമിലിക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ പാണക്കാട് തങ്ങളന്മാരോട് ബഹുമാനത്തോടെ സംസാരിച്ചില്ലെങ്കിലാണ് അൻവർ അൺപോപ്പുലർ ആകുന്നത്. അപ്പം നമ്മളും പറയാം ശരിയല്ല പറഞ്ഞത്. അൻവർ പാണക്കാട് തങ്ങളെ ബഹുമാനിക്കുന്നതിന് താല്പര്യമൊന്നുമില്ല. എല്ലാവരും ബഹുമാനിക്കുന്ന പാണക്കാട് തങ്ങളെ അൻവരും ബഹുമാനിക്കുന്നു. അതേ ഉള്ളൂ. അൻവറിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ പ്രശ്നം അവിടെയല്ല. അൻവർ ലക്ഷ്യമാക്കുന്നത് UDFിൽ സതീശനെ ഒറ്റ തിരിഞ്ഞ് തകർക്കാനാണ്. അതൊരു സ്ട്രാറ്റജിയാണ്. കാരണം UDFിൽ സതീശൻ അല്ലെങ്കിൽ തന്നെ വെല്ലുവിളികളുണ്ട്. UDFിൻ്റെ കടുത്ത ശത്രുത പിന്നെ സതീശനോടെ കടുത്ത വിയോജിപ്പുള്ള ആളുകൾ കോൺഗ്രസിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് അൻവർ കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പോർമുന സതീശനെതിരെ മാത്രമാക്കി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത്രയും കാലം സതീശനെ ഇദ്ദേഹം വളരെ രൂക്ഷമായിട്ട് പിന്നെ ആക്ഷേപിക്കുമ്പോഴും വിമർശിക്കുമ്പോഴും ഒരു കോൺഗ്രസ് നേതാവെങ്കിലും സതീശനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടോ? സതീശന് വേണ്ടി സതീശൻ തന്നെയാണ് വർത്തമാനം പറഞ്ഞത്. അപ്പോൾ അവിടെ അതേസമയം CPMലെ ഒരു നേതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളും അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യാനായിട്ട് വരുവായിരുന്നു. ഇപ്പോൾ CPMൽ കാര്യങ്ങളൊക്കെ മാറി, അത്തരം കൾച്ചർ പോയി. തനിപ്പിടി എന്ന് നമ്മൾ പറയുമല്ലോ, സ്വന്തമായിട്ട് പിന്നെ കൊണ്ടുവന്നാൽ സ്വന്തമായിട്ടൊക്കെ പറഞ്ഞു നിന്ന് രക്ഷപ്പെട്ട് പോട്ടോണം, ഞങ്ങളാരും വരികയില്ല എന്നുള്ള നിലയിലാണ്. ഇവിടെ സതീശനെ മാത്രം ഫോക്കസ് ചെയ്ത് സതീശനെ തകർത്ത് കഴിഞ്ഞാൽ സതീശൻ്റെ ശത്രുക്കളിലൂടെ UDFിലേക്ക് കയറാം എന്നുള്ളൊരു കാൽക്കുലേഷൻ ആയിരിക്കും ഒരുപക്ഷെ അൻവറിനുണ്ടാകുന്നത്. പക്ഷെ അപ്പോഴും അൻവർ നേടുന്ന പ്രശ്നമുണ്ട്. അൻവറിനെ എങ്ങനെ UDF എടുക്കും? അൻവറിൻ്റെ ഒരു ദിവസം അദ്ദേഹം DMK ആയിട്ട് പ്രഖ്യാപിച്ചു രാവിലെ. വൈകിട്ട് ഈ DMK മാറിയിട്ട് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരളയായി. ദ്രാവിഡ മുന്നേറ്റ കഴകമെന്നാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ കുടിയുടെ നിറവൊക്കെ ഉള്ള ഒരു ഷാളും ഒക്കെ പതിച്ചുകൊണ്ട് നടക്കുന്ന കണ്ടത്. പിന്നെ പറയുന്നത് അങ്ങനെയല്ല, ഇവിടെ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റാണ് കൂടി തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞു. അതിന് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ കൽക്കട്ടയിൽ പോയി മമതാ ബാനർജിയെ കണ്ട്, ഇപ്പം മമതാ ബാനർജിയും ഉള്ള MPമാരെല്ലാം കൂടെ ഒരു വിമാനത്തിൽ നിലമ്പൂരെത്തി ഇളക്കി മറിക്കും എന്ന് പറഞ്ഞു. മമതാ ബാനർജിക്ക് അൻവറിനെ അറിയാമോ എന്ന് തന്നെ സത്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമ്മളോട് ചോദിച്ചാൽ അവർ ചോദിക്കുമ്പോൾ ഇതാരാ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അതേ ഉള്ളൂ. അൻവർ ഇതുവരെ മമതാ ബാനർജി നമ്മൾ കണ്ടിട്ടുള്ള പോലെ കണ്ടിട്ടുള്ളൂ. മമത അത് നമ്മൾ കണ്ടോ, TV കണ്ടിട്ടുണ്ട്, പത്രത്തിലും കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് മമതയുമായിട്ടൊന്നും എന്തെങ്കിലും ഒരു കണക്ഷൻ അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലുമൊക്കെ അവിടെ ഉള്ള ആളുകളെ ചെറിയ പിന്നെ 2ാം നിരയോ 3ാം നിരയോ കണ്ട് പരിചയപ്പെട്ട് കാണും. പക്ഷെ ഇവിടെ പ്രശ്നം അൻവറിനെ എങ്ങനെ UDFിൽ എടുക്കും? അൻവർ എന്ന് പറഞ്ഞ ഒരാളായിട്ട് എടുക്കാൻ ഒക്കും? വ്യക്തികൾക്ക് UDFിൽ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ഓരോ വ്യക്തിയായിട്ട് UDFിനെ ഒരു പാർട്ടി വേണ്ടി എടുക്കാൻ. അപ്പോൾ അൻവറിനൊരു പാർട്ടി ഇല്ല. അൻവർ പറയുന്നത് തൃണമൂൽ കോൺഗ്രസിനെ ഇതിനകത്ത് എടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് വരും. തൃണമൂൽ കോൺഗ്രസിനകത്ത് എടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും മമത അവിടെ സ്വീകരിക്കുന്ന നിലപാടുകളുമായിട്ട് യോജിച്ചു പോകാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് പ്രായോഗികമായി ബുദ്ധിമുട്ട് വരും. തന്നെയല്ല, ബംഗാളിലെ കോൺഗ്രസ്സുകാരെ മമതയ്ക്ക് ആവശ്യമില്ല, കമ്മ്യൂണിസ്റ്റുകാരെയും ആവശ്യമില്ല, കോൺഗ്രസ്സുകാരെയും മമതയ്ക്ക് ആവശ്യമില്ല ഭരിക്കാൻ. ഇവരെ മാറ്റി നിർത്തിയാലേ മമതയ്ക്ക് ഭരിക്കാൻ പറ്റൂ. അപ്പം മമതയെ സംബന്ധിച്ചിടത്തോളം മമതയ്ക്ക് ബംഗാളിൽ ഒരു ശത്രുവേ ഉള്ളൂ, അത് BJPക്കാരാണ്. ഒരു MLAയും
പോലും ഇല്ലാത്ത എന്തിനാ CPM എതിർക്കാൻ പോകുന്നത്? കോൺഗ്രസിനകത്ത് രണ്ടോ പേരുണ്ട്. ആ മമത ഇവരെയൊന്നും പരിഗണിക്കാതെ പോലുമില്ല. മമത ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് BJP ആണ്. BJP എത്ര കാലം ദുർബലമാക്കി നിർത്താൻ കഴിയും അത്രയും കാലം മമത ബംഗാളിൽ ദുർബലമാക്കും. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ മമതയ്ക്ക് യാതൊരു താല്പര്യമുള്ള വിഷയമല്ലല്ലോ. മനസ്സിലായി. ഇപ്പോൾ PV അൻവറിൻ്റെ കേസ് കേരള സിനാരിയോയിൽ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഒരിക്കലും വ്യക്തിപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും വൈൽഡ് ഇമാജിനേഷൻസിൽ പോലും നടക്കാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എന്തെങ്കിലും ചോദിക്കാം, രാഷ്ട്രീയമാണ്, എന്ത് സംഭവിക്കാം. ഈ PV അൻവർ ഇനിയെങ്ങാനും BJP വല്ലതും കയറി ചെല്ലോ? PV അൻവറിനെ ഇടയ്ക്കും ഉറയ്ക്കും സംഘപരിവാർ അജണ്ട, സംഘപരിവാർ ഒത്തുകളി, ഈ ADGP MR അജിത് കുമാറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ സംഘപരിവാറിൻ്റെ ആളാണ്, സംഘപരിവാറിൻ്റെ ഒത്താശയാണ്, പിണറായി വിജയനും സംഘപരിവാറും തമ്മിൽ ലേസറാണെന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ നിശിതമായൊരു വിമർശനമൊന്നും സംഘപരിവാരത്തിനെതിരെയൊന്നും പുള്ളി ഉന്നയിച്ച് കണ്ടിട്ടില്ല. രാഷ്ട്രീയമാണ്, ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാകാം. അതുകൊണ്ട് അൻവർ മറുകണ്ഠം ചാടുകയാണെങ്കിൽ ഇപ്പം ഇടതും വലതും കയറി ചെല്ലാൻ ഇടമില്ലെങ്കിൽ പിന്നെ ഭിക്ഷാന്തേഹിയായിട്ട് തെണ്ടി തിരിയുന്നതിനേക്കാൾ നല്ലത് എന്തുകൊണ്ട് സംഘപരിവാരം ആയിക്കൂടാ എന്ന് അൻവർ ചിന്തിക്കുമോ ഇല്ലയോ? ചിന്തിച്ചു കൂടാ എന്നില്ല. പക്ഷെ അൻവറിൻ്റെ ആ ചിന്ത, അൻവറിന് അവിടെ പോയാലും അദ്ദേഹത്തിന് ആകേണ്ടവരാണ് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ആവണ്ടേ. BJP പോയാൽ അതാകാൻ പറ്റൂ? BJP അടിപ്പിക്കുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പം അൻവറിനെ സംബന്ധിച്ചിടത്തോളം BJP ഒരുപക്ഷെ അംഗമായാൽ അതിൻ്റെ സാധ്യത കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെ പോലെ വളരെ സമർത്ഥനായ ഒരു പ്രസിഡന്റ് BJPക്കുള്ള സമയത്ത് അൻവറിനെ എടുത്തുകൊണ്ട് അവർക്ക് പ്രയോജനമില്ല. തന്നെ അൻവറിനെ എടുത്തുകൊണ്ട് മറ്റ് പല സ്ഥലങ്ങളിലും അവർക്ക് ദോഷം ചെയ്യുകയും ചെയ്യും, നാറും. അപ്പോൾ അതുകൊണ്ട് അൻവറിനെ BJP എടുക്കാൻ സാധ്യതയില്ല. പിന്നെ പ്രത്യേക നിലപാടുകളല്ലേ, നിലപാടുകളിൽ മാറി അൻവറിനെ കൊണ്ട് പിന്നെ പാർട്ടിക്ക് ഗുണമുണ്ട് എന്ന് കണ്ടാൽ ഒരു പക്ഷേ എടുത്തേക്കാം. അതുകൊണ്ട് അൻവറിനെ എങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും നോക്കാം, അങ്ങനെ പ്രവചിക്കാൻ പറ്റുകയില്ല. മനസ്സിലായി. ഇപ്പം എന്തായാലും അൻവറിനെ ഇടതും എടുക്കുന്നില്ല വലതും എടുക്കുന്നില്ല. അൻവറിനാണെങ്കിലോട്ട് RSSലേക്ക് പോകാനും അല്ലെങ്കിൽ BJPയോടൊപ്പം നിൽക്കാനും പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണെന്ന് കരുതുക. പക്ഷേ ഇനി ഒരു വർഷം കഷ്ടിച്ചേ ഉള്ളൂ 2026 പൊതു തെരഞ്ഞെടുപ്പ്. അൻവർ വീണ്ടും ഒരു അംഗത്തിന് 2026 ഇറങ്ങിയാൽ പറ്റത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. 2026 അയാൾ വീണ്ടും സ്വതന്ത്രനായിട്ട് ഒരു കളി കളിക്കാൻ ഇറങ്ങിയാൽ രക്ഷപ്പെടും. ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ 2025 ജയിക്കാനൊക്കാത്ത ഒരാൾക്ക് 2026 സഹതാപതരംഗം LDF UDF കത്രിക പൂട്ടി. ഇപ്പൊ കത്രിക ചിഹ്നമാണ് കിട്ടിയിരിക്കുന്നത്. അതേ കത്രികയിൽ ഞാൻ കുരുങ്ങി, ഞാൻ എന്താ പറയുക, വിസിൽ ബ്ലോവർ ആണ്, അഴിമതിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിറപ്പിച്ചവനാണ് ഞാൻ എന്നുള്ള ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ടാക്കി ജയിക്കാൻ പുള്ളി ശ്രമിച്ചാൽ അല്ല, അതിന് സീറ്റ് വേണ്ടേ? നിലമ്പൂര് തന്നെ മത്സരിക്കുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വേറൊരിടം പുള്ളിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അല്ല, ഏറനാട്ട് 2ാം സ്ഥാനത്ത് വന്നതാണ്, സ്പേസ് ഉണ്ട് അവിടെ. നല്ലൊരു MLA ഉണ്ട്, ബഷീർ ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അതിന് സ്പേസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഏറനാട് 2ാം സ്ഥാനത്ത് വന്നില്ലേ? ഏറനാട് ബഷീറിനെ തോൽപ്പിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ജയിച്ചു വരാനൊന്നും പറ്റില്ല. പിന്നെ മലപ്പുറത്ത് മണ്ഡലങ്ങളൊക്കെ ലീഗ് വളരെ ശക്തമാണ്. അവരുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ സഹായമാണ്. അബ്ദുൾ റഹ്മാൻ അങ്ങനെയല്ലേ ജയിച്ചത് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ പ്രസന്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ അൻവറിന് അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അൻവറിനെ പറ്റി ഏറ്റവും വലിയ പാളിച്ച, അൻവറിനെ പ്രോപ്പറായിട്ട് ഉപദേശിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അൻവർ അത് കേൾക്കാൻ ആരും ഉപദേശിക്കും, എല്ലാം റെക്കോർഡ് ചെയ്ത് വ്യത്യാസം TV വിട്ടുകളെ. അതാണ് അതിന്റെ പ്രശ്നം. അല്ല, അൻവറിന് പേഴ്സണലായിട്ട് IPS മുതൽ പഞ്ചായത്ത് മെമ്പറുടെ വരെ ഫോൺ കോൾ എല്ലാം റെക്കോർഡ്, ഈവൻ വാട്സാപ്പ് കോൾ വരെ റെക്കോർഡ് ചെയ്തിട്ട് പുറത്തു വിടുന്നു. പിന്നെ എങ്ങനെ വിശ്വസിക്കും? അല്ല, അത് ഞാൻ അങ്ങനെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ അൻവർ എന്താണ് ഞാനൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഏതൊരു വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പിന്നിലും പ്രോപ്പറായിട്ട് അദ്ദേഹത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ, ഇൻഫർമേഷൻസ്, ഉപദേശം സ്വീകരിക്കാതിരിക്കാം കൊടുക്കുന്ന ആളുകളുടെ സാന്നിധ്യം നമുക്ക് എവിടെയും കാണാം. അതില്ലാത്ത 3-4 നേതാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ പിന്നെ ഒരു ചിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ ബോൺസായി പോലെ ഒരു പരിമിതമായി നിൽക്കുകയാണ്. ഒരു നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് വലിയ ഫാർ റീച്ചിങ് ഇഫക്റ്റ് ഉണ്ട്. അത് നമ്മൾ നോക്കണം. ഇന്ന് പറഞ്ഞൊന്നും നാളെ ജനം മറക്കത്തില്ല. ജനം നല്ല ഓർമ്മശക്തിയുള്ള ആളുകളാണ്. അപ്പം അൻവറിനെ അവർ വിലയിരുത്തുന്നത് അൻവറിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ, അതുപോലെ തന്നെ അൻവറിൻ്റെ നിലപാടുകളിലൂടെ. അൻവറിൻ്റെ പ്രവർത്തനത്തിൽ നോക്കിയാൽ എന്താണ് അൻവറിനെ അംഗീകരിക്കാനുള്ള എന്ത് പ്രവർത്തനമാണ് അൻവർ ചെയ്തിരിക്കുന്നത്? ഇപ്പം അദ്ദേഹം പറയുന്നത് പിണറായി വിജയനെ എതിർത്തു. അല്ല, അത് പിണറായി വിജയനെ എതിർത്ത് പലരുമുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു ധൈര്യം വേണം. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. അൻവർ ഇടതുപക്ഷം വിട്ട് പിണറായി വിജയനെ എതിർത്ത് അൻവർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അൻവറിന് കൃത്യം സ്പേസ് കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ആ സ്പേസ് ഉപയോഗിക്കുന്ന കാര്യത്തിലാണ് അൻവർ പരാജയപ്പെട്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. അൻവർ പോയ തിരഞ്ഞെടുത്ത രാഷ്ട്രീയ പാർട്ടികളെ തന്നെ നോക്കിയുള്ളൂ. DMK MK സ്റ്റാലിനും പിണറായി വിജയനുമായിട്ട് എത്ര അടുത്ത ബന്ധമാണുള്ളത്. അദ്ദേഹം തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി, പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രി. അവർക്ക് അൻവറിന് ആവശ്യമില്ല, എടുക്കത്തില്ല. അദ്ദേഹം പോയത് തൃണമൂലിലേക്ക്. അപ്പോൾ കൃത്യമായി കേരള രാഷ്ട്രീയം കണ്ട് ഹോംവർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പറ്റിയ തീരുമാനമല്ല അൻവർ എടുത്തിരിക്കുന്നത്.
ഇനി ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ ദയനീയമായി പരാജയപ്പെട്ടാൽ പിന്നെ അൻവറിന് സ്പേസ് ഇല്ല. ഒരു പക്ഷേ അൻവറിന് പോകാൻ കഴിയുന്നത് SDP-യിലാണ്. അവിടെ പോയിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യമില്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. മനസ്സിലായി. അപ്പോൾ ഏതായാലും അൻവർ ഒരു പരീക്ഷ എഴുതിയിരിക്കുകയാണ്, അല്ലെങ്കിൽ എഴുതാൻ പോവുകയാണ്. ജനങ്ങൾ എന്ത് മാർക്ക് കൊടുക്കുമെന്ന് നമുക്ക് നോക്കാം. ശേഷം വിലയിരുത്തലുകൾ പിന്നീടാകാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.